ഹലോ മക്കളെ, നീറ്റ് 2025 ഏകദേശം 26 ദിവസങ്ങൾ അല്ലേ? ഈ അവസാന നിമിഷത്തിൽ പല കുട്ടികൾക്കും വരാനുള്ള മെയിൻ ഡൗട്ടുകൾ, അഥവാ പല കുട്ടികളോടും പലരും ചോദിക്കാറുള്ള മെയിൻ ഡൗട്ടുകൾ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നതാണ്. പേഴ്സണലി ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 72 കുട്ടികളാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം അവരുടെ പാരൻസ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരോട് ചോദിച്ചു ഇനി പഠിച്ചാൽ കിട്ടുമോ. അവർക്കുള്ള മറുപടി നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ലാസ്റ്റ് മന്ത് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വലിയൊരു എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു റെസ്പോൺസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജി നമ്മൾ കഴിഞ്ഞ 2 ഇയറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, അതായത് കഴിഞ്ഞ 2 ഇയറിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കുട്ടികൾക്ക് റിസൾട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാൻ കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ആ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ റൗണ്ട് മോക്ക് ടെസ്റ്റ് എത്തിയപ്പോഴേക്കും അവരെന്ത് ചെയ്തു, ഏകദേശം 20 തൊട്ട് 50 മാർക്കിൻ്റെ വ്യത്യാസം എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കിടപ്പുണ്ട് 8 സൈക്കിൾസ് ഓഫ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, ഈ അടുത്ത 8 സൈക്കിൾ ഓഫ് മോക്ക് ടെസ്റ്റ് കൊണ്ട് എനിക്ക് ഉറപ്പാണ് 250 അഥവാ 300 വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് 550 600 വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 600 650 എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടോ? എങ്കിൽ നിങ്ങളും കൂടെ പോരുന്നോളൂ. എന്നാൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മന്ത് കറക്റ്റായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ ആർക്കും തളർത്താൻ കഴിയത്തില്ല മക്കളെ. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ചെയ്യാൻ റെഡിയാണ്. ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം, അതോടൊപ്പം ഇത്തിരി സ്മാർട്ട് വർക്കും കൂടെ ചെയ്യണം. ആ സ്മാർട്ട് വർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ നിങ്ങൾ കൂടെ പോന്നോളൂ. ഞങ്ങളുടെ കൂടെ നമ്മുടെ ആപ്പ് നിങ്ങൾക്കറിയാം, പ്ലെക്സസ് ലേണിംഗ് ആപ്പ്. ആൻഡ്രോയിഡിലാണെങ്കിൽ പ്ലെക്സസ് ലേണിംഗ് ആപ്പ്, അതേസമയം മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ് നമ്മൾ iOS വേണ്ടി എടുക്കേണ്ടത്. നമുക്കറിയാം ആപ്പിളിൻ്റെ ഭയങ്കര കോസ്റ്റാണ്, നമ്മളെ കൊണ്ടൊന്നും താങ്ങാൻ കഴിയത്തില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പം എല്ലാവർക്കും അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ വേറൊരു മെത്തേഡ്, മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരു കോഡ് ചോദിക്കും, UUGMXA. ഈ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്പിലോട്ട് തന്നെ എന്ത് ചെയ്യും, അതിലൂടെയും വരും. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലോട്ട് എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ ഈ കറക്റ്റ് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് വരാം. അങ്ങനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു മന്ത് ഇല്ല മക്കളെ, 2ാമത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റിന് 2ാമത്തെ സൈക്കിളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ സൈക്കിളിൽ തന്നെ കെമിസ്ട്രിയാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഫിസിക്സ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 3ാമത്തെ റൗണ്ട് എന്ത് ചെയ്യും, തുടങ്ങുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇനി വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടി കഴിയും. ജസ്റ്റ് 2ാമത്തെ സൈക്കിളെത്തിയപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ഇനിയുള്ള ഈ 8 സൈക്കിളിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അത് ഇത്തിരി കൂടെ നിങ്ങളൊന്ന് സ്പീഡപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 10 മോക്ക് ടെസ്റ്റും കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും ആ കംപ്ലീറ്റ് അവർ ചെയ്തതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എത്താനും സാധിക്കും. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ റെഡിയാകണം. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നണം. എന്തൊക്കെ വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ റെഡി ആകുമെന്ന്, നിങ്ങൾക്ക് ഈ വർഷത്തെ നീറ്റ് നേടണമെന്നും ഇനിയൊരു റിപ്പീറ്റ് നിങ്ങൾ പോകത്തില്ല എന്നും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ദൃഢപ്രതിജ്ഞ എടുക്കണം. അങ്ങനെ റെഡി ആണെന്നുള്ളവർ മാത്രം വന്നാൽ മതി. ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വരേണ്ട ആവശ്യമില്ല. ഈ ഒരു മന്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും നിങ്ങൾ ഈ മന്ത് അവോയ്ഡ് ചെയ്യണം. അതിൽ പ്രത്യേകിച്ച് ഒന്നാണ് സോഷ്യൽ മീഡിയ. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തില്ല എങ്കിൽ മക്കളെ നടക്കില്ല മക്കളെ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇത്രമാത്രം സ്ട്രെസ് എടുത്ത് പഠിക്കുന്നതിൽ ഒരു 2 മിനിറ്റ് അഥവാ 5 മിനിറ്റ് അഥവാ 5 റീൽസ് നിങ്ങൾ കണ്ടിട്ട് മാറ്റിക്കൊള്ളാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ നടക്കില്ല മക്കളെ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, അത്രമാത്രം ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അങ്ങനെ നടക്കത്തുള്ളൂ. പക്ഷേ അതിൽ 99% കുട്ടികളും അവിടെ ഫെയിലാവും. 5 മിനിറ്റ് എന്ന് പറയുന്നത് 15 അരമണിക്കൂറും 1 മണിക്കൂർ വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നീളാറുണ്ട്. അത് ഈ സ്ട്രെസ് കൊണ്ട് തന്നെയാണ്. അത് നിങ്ങളുടെ കുറ്റമല്ല. ആ സ്ട്രെസ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത്രയും നേരം നീണ്ടുപോകുന്നത്. ഇത്രയും നേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി, നമ്മുടെ മനസ്സെന്ത് ചെയ്യും, അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഇനിയുള്ള ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക്
എടുക്കണമെന്ന് നിർബന്ധമുള്ളത് എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യടാ, എനിക്ക് മെസ്സേജ് ചെയ്യും, നിങ്ങളുടെ സ്കോർ ഉൾപ്പെടെ എനിക്ക് മെസ്സേജ് ചെയ്യും. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ നമ്മുടെ സ്ട്രാറ്റജി പറഞ്ഞുതരാം, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പേഴ്സണലി നമ്മൾ ചെയ്തു, നമ്മൾ തെളിയിച്ചു. ഓക്കെ, നമ്മൾ തെളിയിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നത്, ധൈര്യത്തോടെ ഇവിടെ മുമ്പിൽ വന്നെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് വന്നോളൂ. നമുക്ക് എന്ത് ചെയ്യാം, നീ 2025 ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ കാണാമല്ലോ. അതുവരെ ബൈ ബൈ.